ഹായ്, എല്ലാവർക്കും ഡു വാട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഗാർഡൻ ഫുള്ള് പുല്ലൊക്കെ പിടിച്ച് ചെടികളൊക്കെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പറിച്ചെടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇതിന് മനസ്സിലായി എല്ലാവർക്കും. നമ്മളെ ചൊറിയണമെന്ന് പറയും. പറിച്ച് എൻ്റെ കൈയെല്ലാം ചൊറിഞ്ഞു വയ്യ. പിന്നെ അതിൻ്റെ ഇടയിൽ ബീച്ച് സ്പൈഡർ ലില്ലി ഇരിപ്പുണ്ട്, അത് മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാം ചെടിയുടെ അടിയിലായിപ്പോയി. പകുതിയോളം ചെടിയെല്ലാം സൈഡിലോട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണുന്നത് നുള്ളിപ്പഴമാണ്. അതിൽ പഴം നിൽപ്പുണ്ട്. കണ്ടോ, ചെറിയൊരു പഴം നിൽപ്പുണ്ട്. പഴുത്തതുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തതിൽ കാണും. ഇത് നമ്മുടെ ഫ്ലെയിം വെയിലിട്ട് അതിന് തറയിൽ പിടിപ്പിച്ചതാണ്. മുട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. ബാക്കി ചെടിയെല്ലാം ഇതൊക്കെ ഞാൻ പറിച്ചൊതുക്കിയതാണ്. ഇനിയും കിടപ്പുണ്ട് ഒരുപാട്. ഇന്നലെ തുടങ്ങിയ പണിയാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഒറ്റയ്ക്കായതുകൊണ്ടാണ് കേട്ടോ. ബാക്കി ചെടികൾ ഇവിടെ ഇരിപ്പുണ്ട്. കുറേ ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി കുറേ ഇരിപ്പുണ്ട്. ഇവിടെ കുരുമുളക് നിൽപ്പുണ്ട്. ഇന്ന് വിരിഞ്ഞ കുറച്ച് പൂക്കളെ നമുക്ക് കാണാം. ഇത് വാടിപ്പോയി, സോറി. വിരിയാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാ റോസ് ഇടയിൽ ഞാൻ കാണിച്ച ഇന്ന് രാവിലെ വിരിഞ്ഞ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കളും അതുപോലെ തന്നെ മെലസ്റ്റോമയും തെറ്റിയൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ബാക്ക് സൈഡ് വച്ചിരിക്കുന്നതാണ്. ഇത് സ്പൈഡർ പ്ലാന്റാണ്, ഹാങ് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. പിന്നെ തണൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജാമ്പം മരത്തിൻ്റെ കൊമ്പിലാണ് ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഫ്ലെയിം വെയിലിട്ടുണ്ട്. ഇതൊരു കുട്ടി പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല. ഞാൻ തന്നെ ഇതിന് ട്വിസ്റ്റ് ലീഫ് എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയാണ് അതിൻ്റെ ലീഫിങ് ഇരിക്കുന്നത്. ട്വിസ്റ്റ് ചെയ്താണ് വരുന്നത്. നല്ല ഹാങ്ങിങ് ചെടിയാണ്. ഒരുപാട് വെയിൽ ഇതിന് വേണ്ട. അതുകൊണ്ട് ഞാൻ ബാക്കിൽ തന്നെ ഇതിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇനിയൊരു ചെടിയും കൂടെ കിടപ്പുണ്ട്. ടാങ്കിൾഡ് ഹാർട്ടാണ് കിടക്കുന്നത്. കുറുകി കിടക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇത് ഗ്രീൻ പെപ്രോമിയാണ്. അതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ്. നമുക്ക് ഇൻഡോറായിട്ടും ഇത് വയ്ക്കാം. ഇവിടെ കുറച്ച് ടാങ്കിളുടെ ഹാർട്ട് കിടപ്പുണ്ട്. പിന്നെ ഞാൻ സെയിലിന് വച്ചിരിക്കുന്ന ചെടികൾ ബാക്ക് സൈഡാണ് വച്ചിരിക്കുന്നത്. വെനിപ്പുണ്ട്. ഇതൊരു കുഞ്ഞു മാവാണ്. ഇതുവരെ കായ്ക്കാൻ അതിന് സമയം കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഫുൾ കരിഞ്ഞു നിൽപ്പുണ്ട്. ഇത് കായ്ക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നട്ടിട്ടുണ്ട്. ഇപ്പോൾ 3-4 വർഷമായിട്ടുണ്ട്. വിത്തിന്ന് മുളപ്പിച്ചതാണ്. അതാണെന്ന് തോന്നുന്നു ഇത്രയും ഡിലേ ആവുന്നത്. ഇതൊരു ചീരയാണ്, ഷുഗർ ചീര എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ച് കഴിക്കാൻ. ഞാൻ അടുത്ത തവണ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം. താങ്ക് യു.